ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. സോ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു എനി ബാങ്കിങ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. പക്ഷേ എന്തായിരിക്കണം, അത് ഇൻ്റർനെറ്റ് ത്രൂ ആയിരിക്കണം ട്രാൻസാക്ഷൻസ് നടന്നിരിക്കേണ്ടത്. Generally through a bank's website under a private profile and with a desktop or laptop computer. ജനറലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ്, നമുക്കറിയാം ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, IDB ആണ്, ഏത് ബാങ്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വെബ്സൈറ്റ് നമ്മുടെ ലാപ്ടോപ്പിലോ ടാബ്ലറ്റിലോ നമ്മുടെ ഫോണിലോ അവൈലബിൾ ആയിരിക്കും. ദീസ് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് സർവീസ് ട്രഡീഷണലി ഓഫേർഡ് അറ്റ് ലോക്കൽ ബ്രാഞ്ചസ് വിത്തൗട്ട് ഹാവിങ് ടു ഗോ ടു വൺ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ഹാവിങ് ഫോളോയിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മളവിടെ ഇപ്പോൾ ഫെഡറലാണ് നമ്മുടെ ബാങ്ക് എന്ന് കരുതി നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ബാങ്കിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാങ്കിങ് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഫസ്റ്റ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ത്രൂ ബാങ്ക് സെക്യൂർ വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ബാങ്കിൻ്റെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാകും, അത് ത്രൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. The bank may have physical branch locations or it may exist only online. ഒരു പക്ഷേ ബാങ്കിൽ എന്തായിരിക്കും, ബ്രാഞ്ച് ലൊക്കേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കലായിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റംസും ഇന്ന് അവൈലബിൾ ആണ്. ദ യൂസർ മസ്റ്റ് രജിസ്റ്റർ വിത്ത് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലൈൻ ആൻഡ് ക്രിയേറ്റ് ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. അപ്പോൾ നമ്മൾ യൂസർ ആദ്യം എന്ത് ചെയ്യണം, അതിനകത്ത് പോയി സൈനപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലോഗിൻ IDയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്നത്. Internet banking is performed through a computer system or similar device that can connect to banking site via the internet. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താണ്, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് വേണം. നെറ്റ് ബാങ്കിങ് ഈസ് എ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ബാങ്ക് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് who have no sufficient time to visit bank. നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് എന്താ വെച്ചാൽ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന അത്രയും ബിസി ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ബാങ്കിൽ പോയി വിസിറ്റ് ചെയ്യാൻ സഫിഷ്യൻറ്റ് ടൈം ഇല്ലാത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. കസ്റ്റമേഴ്സ് ക്യാൻ ഡു ട്രാൻസാക്ഷൻ ഫ്രം ദെയർ പ്ലേസ്. എവിടെയാണോ കസ്റ്റമർ ഉള്ളത് അവിടെ നിന്ന് തന്നെ അവർക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താം. ബാങ്കിങ് ഈസ് നൗ നോ മോർ ലിമിറ്റഡ് ഇൻ ഗോയിങ് ആൻഡ് വിസിറ്റിംഗ് ദ ബാങ്ക് ഇൻ പേഴ്സൺ ഫോർ വേരിയസ് പർപ്പസ് ലൈക്ക് ഡെപ്പോസിറ്റിംഗ്, വിത്ത്ഡ്രോയിങ് മണി, റിക്വസ്റ്റിംഗ് ഫോർ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റോപ്പ് എ പേയ്മെൻറ്റ്. നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യാനുണ്ടാവും. ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനാണ്, പിന്നെ വിത്ത്ഡ്രോ ചെയ്യാനാണ്, പിന്നെ പുതിയ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനാണ്, പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനാണ്, ഒരുപാട് വർക്കുകൾ ചെയ്യണം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഇത്തരം കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസും നമുക്ക് ഓൺലൈൻ സർവീസ് ബാങ്ക് ഓഫർ ചെയ്യും, അത് ത്രൂ ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ഓൾസോ കീപ്പ് എ ട്രാക്ക് ഓഫ് ഹിസ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആൻഡ് ബാലൻസ് ഓൾ ദ ടൈം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട്, ഇപ്പോൾ ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഇത് ത്രൂ പോസിബിളാണ്. ദേ ക്യാൻ റിക്വസ്റ്റ് ഫോർ ചെക്ക് ബുക്ക്. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ബുക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം, ബാലൻസ് ഇൻക്വയറി ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ തന്നെ ലാസ്റ്റ് മെനി ഇയേഴ്സിലുള്ള റെക്കോർഡുകൾ ചെക്ക് ചെയ്യാം. ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് തരുന്നുണ്ട്. ദിസ് സർവീസ് ഈസ് പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ബൈ ബാങ്ക്സ്. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസായിട്ടാണ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ ക്യാൻ ഹാവ് ഓൾ ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ബാങ്ക് ജസ്റ്റ് ഫ്രം ദെയർ മൊബൈൽ ഓർ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബാങ്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് കിട്ടും. ദ ഇൻ്റർനെറ്റ് പ്രൊവൈഡ്സ് എ സെക്യൂർ മീഡിയം ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട് ഇലക്ട്രോണിക്കലി ബിറ്റ്വീൻ ബാങ്ക് അക്കൗണ്ട്സ്. ഇൻ്റർനെറ്റ് നമുക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു മീഡിയയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇലക്ട്രോണിക്കലി ബാങ്ക് അക്കൗണ്ട്സിന് നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇൻ്റർനെറ്റ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആൾസോ ഫോർ മേക്കിംഗ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. ഓൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് ദാറ്റ് വെർ കോൺവെൻഷനലി ക്യാരി ഔട്ട് ബൈ വിസിറ്റിംഗ് ബാങ്ക് ആൻഡ് നൗ ബി ഡൺ ത്രൂ ഓൺ മൊബൈൽ ഫോൺ വിത്ത് ഇൻ്റർനെറ്റ് ആക്സസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മൊബൈൽ ബാങ്കിങ് ആയാലും ശരി, അതല്ല ഓൺലൈൻ ബാങ്കിങ് ആയാലൊക്കെ ശരി ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഈസ് ഹൈലി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസർ ഓൺലൈൻ. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇത്തരം ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഓവർ ട്രഡീഷണൽ വൺ വിച്ച് മേക്ക് ഓപ്പറേറ്റിംഗ് ആൻ അക്കൗണ്ട് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ്. സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആർ, അതായത് നമുക്കറിയാം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത് സിമ്പിളാണ്, കൺവീനിയൻ്റ് ആണ്. അതിൻ്റെ പുറമെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒന്ന് തന്നെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിംപ്ലിസിറ്റിയാണ്. ഓൺലൈൻ അക്കൗണ്ട് ഈസ് സിമ്പിൾ ടു ഓപ്പൺ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. നമുക്ക് ഓൺലൈൻ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, സിമ്പിളാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ, അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും ഏറ്റവും ഈസിയാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻ്റ് ആണ്.
It is quite convenient to customers because he can easily pay bills, transfer fund between accounts, etc. അതേപോലെ തന്നെ നമ്മുടെ യൂസേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും കൺവീനിയൻ്റ് ആയ ഒന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. കാരണം അവർക്ക് ഈസി ആയിട്ട് ബില്ല് പേ ചെയ്യാം, അതേപോലെ ഫണ്ട് ട്രാൻസ്ഫറിങ് ഒക്കെ ഏറ്റവും ഈസിയാണ്. കസ്റ്റമർ നീഡ് നോട്ട് ഹാവ് ടു സ്റ്റാൻഡ് ഇൻ എ ക്യൂ ടു പേ ബിൽസ് ആൻഡ് ഓൾസോ ഡു നോട്ട് ഹാവ് കീപ് റെസീറ്റ് ഓഫ് ഓൾ ബിൽസ് ആൻഡ് ക്യാൻ നൗ ഈസിലി വ്യൂ യുവർ ട്രാൻസാക്ഷൻസ്. കസ്റ്റമേഴ്സിന് ഒരിക്കലും നീണ്ട ക്യൂ നിന്നുകൊണ്ടൊന്നും ബില്ല് പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അതേപോലെ ഓരോന്നിൻ്റെ റെസീറ്റിന് വേണ്ടി സെപ്പറേറ്റ് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ ഓൺലൈനായിട്ട് അവരുടെ റെസീറ്റൊക്കെ കിട്ടും. നെക്സ്റ്റ്, എനിവേർ എനി ടൈം ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൾ ദി ടൈം 24/7. കസ്റ്റമേഴ്സ് ക്യാൻ പെർഫോം ദെയർ ടാസ്ക് ഫ്രം എനിവർ അറ്റ് എനി ടൈം. എവിടെ നിന്ന് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇൻ നൈറ്റ് വെൻ ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ് ഓർ ഇൻ ഹോളിഡേയ്സ് ദ ഓൺലി തിങ് നീഡ് ടു ഹാവ് എൻ ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷൻ. അത് ഹോളിഡേ ആണോ മിഡ് നൈറ്റ് ആണോ എന്നുള്ള പ്രശ്നമില്ല. ഒറ്റ കാര്യം നമുക്ക് ആവശ്യമുള്ളൂ, നമ്മളെ കയ്യിൽ എന്ത് ചെയ്യണം, ആക്റ്റീവായിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം ഉണ്ടായാൽ മതി, നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ട് ടു അതർ is very fast. He can also manage several account easily through internet banking. നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ത്രൂ പോസിബിളാണ്. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ള സേഫ്റ്റിയാണ്. ത്രൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇറ്റ് ഈസ് പോസിബിൾ ടു കീപ്പ് എൻ ഐ ഓൾ ട്രാൻസാക്ഷൻസ് ആൻഡ് അക്കൗണ്ട് ബാലൻസ് ഓൾ ദ ടൈം. എപ്പോഴും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ പറ്റും. ദിസ് ഫെസിലിറ്റി ഓൾസോ കീപ്പ് അക്കൗണ്ട് സേഫ്. ഈ ഒരു ഫെസിലിറ്റി തന്നെ നമ്മുടെ അക്കൗണ്ട് ഏറ്റവും സേഫായിട്ട് കൊണ്ടുനടക്കാൻ കഴിയും. ദിസ് മീൻസ് ദാറ്റ് ബൈ മോണിറ്ററിങ് ദ അക്കൗണ്ട് എനി ടൈം കസ്റ്റമേഴ്സ് ക്യാൻ ഗെറ്റ് ടു നോ അബൌട്ട് എനി ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ഓർ ത്രെഡ് ടു അക്കൗണ്ട് ബിഫോർ ഇറ്റ് ക്യാൻ ലെറ്റ് അക്കൗണ്ട് ടു സഫർ ഡാമേജ്. അതായത് നമുക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നമ്മുടെ അക്കൗണ്ടിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് പറ്റും, കൂടുതൽ ഡാമേജ് ആവുന്നതിന് മുന്നേ നമുക്ക് അക്കൗണ്ടൊക്കെ സേഫ് ആക്കാൻ പറ്റും. പിന്നെ ഒന്ന് പ്രൊമോഷനാണ്. ഇറ്റ് ഓൾസോ ആക്ട് ആസ് ഗ്രേറ്റ് മീഡിയം ഫോർ ദ ബാങ്ക് ടു എൻഡോഴ്സ് ദെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡ് ലോണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് മെനി അതേഴ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതേപോലെ പുതിയ ലോണൊക്കെ വരുമ്പോൾ അതൊക്കെ പബ്ലിസിറ്റി ചെയ്യാൻ ഇതൊക്കെ ബാങ്കിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് ഇത്തരം ഇൻ്റർനെറ്റ് ബാങ്കിങ് ത്രൂ തന്നെയാണ്. ഇത്രയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ഇനി നമുക്ക് റിസ്ക് ആൻഡ് ഇ പേയ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ വേറെ വീഡിയോ ആക്കി ഇട്ടുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.